السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ഇന്നലത്തെ ദർസിൽ നമ്മൾ ആത്മസംസ്കരണത്തിൻ്റെ താക്കോൽ ദുആ ആണ് എന്ന് സൂചിപ്പിച്ചു. ദുആഇന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കുന്ന ദുആ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക? ദുആഇന് വലിയ സ്വാധീനമുണ്ടാകും. ദുആണ് എല്ലാ ഖൈറിന്റെയും താക്കോൽ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ദുആഉ മിഫ്താഹു കുല്ലി ഖൈരിൻ, എല്ലാ നന്മയുടെയും താക്കോൽ ദുആ ആണ്. പക്ഷെ അള്ളാഹു സ്വീകരിക്കുന്ന ദുആ നമ്മൾ ചെയ്യണം. എങ്ങനെയെങ്കിലും ദുആ ചെയ്താൽ പോരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ച മാനദണ്ഡങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ടുള്ള ദുആ ആയിരിക്കണം. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നു മുതൽ നമ്മൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി ദുആഇന്റെ പ്രാധാന്യം അറിയിക്കുന്ന ചില ആയത്തുകളും ഹദീസുകളും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് തേടുക, ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നോക്കൂ നിങ്ങൾ ഈ പ്രയോഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അവനെ നമ്മെ പരിചയപ്പെടുത്തി നോക്കൂ. വഖാല, പറഞ്ഞിരിക്കുന്നു. ഖാല എന്നുള്ളത് മാദിയായ ഫഅല അല്ലേ? ഭൂതകാലത്ത് നടന്ന ക്രിയയെ അറിയിക്കുന്ന പ്രയോഗമാണ് ഖാല. അതായത് സ്ഥലത്തില്ലാത്ത ഒരാളെക്കുറിച്ച് പറയുമ്പോഴാണ് ഖാല എന്ന് പറയാം. അദ്ദേഹം പറഞ്ഞു, അവൻ പറഞ്ഞു, അയാൾ പറഞ്ഞു. ആ പ്രയോഗം നടത്തിയിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാഇലായി അവനെ കൊണ്ടുവരുന്നു. ആരെപ്പറ്റിയാണ് പറയുന്നത്? അള്ളാഹുവിനെ പറ്റി. എന്നിട്ട് അവിടെ മുഖാത്തബിന്റെ ളമീർ വെച്ചു. ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. അതായത് റബ്ബ് നമ്മോട് അത്രയും അടുത്തവനാണ് എന്നർത്ഥം അവിടെ ലഭിക്കും. നേർക്ക് നേരെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് പറയുന്നത് പോലെ അള്ളാഹു പറയണം, വഖാല, പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും ഒരാളല്ല, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, സകലരുടെയും റബ്ബ്, റബ്ബുൽ ആലമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ടോ എന്താ പറഞ്ഞത്? ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ. സാധാരണ നമ്മൾ എങ്ങനെ ഇത് പറയല്? നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, എന്നെ കേൾക്കൂ, എൻ്റെ അടുത്തേക്ക് വരൂ എന്നാര് തമ്മിലാ പറയല്? അടുത്തുള്ള രണ്ടാളുകൾ തമ്മിലല്ലേ പറയല്? അല്ലെങ്കിൽ പറയോ? ഇല്ല. അതുപോലെ എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ബുദ്ധിയുള്ള, അള്ളാഹു തന്ന നേരായ ബുദ്ധി കേടുവരാത്ത ഒരാൾ ഇതിന്റെ അർത്ഥം വായിച്ചു നോക്കിയാൽ അല്ലാത്തവരോട് തേടാൻ പറ്റുന്ന എങ്ങനെയാണോ മനസ്സിലാക്കുക? കാരണം അള്ളാഹു ഇത്രയും അടുത്ത് അവനെ നമ്മെ അഭിസംബോധന ചെയ്തിട്ടാണ് ഈ പറയുന്നത്, എന്നോട് നിങ്ങൾ തേടുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇങ്ങനെ റബ്ബ് നമ്മോട് പറഞ്ഞിരിക്കെ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നതിനെ കുറിച്ച് അവൻ ചിന്തിക്കുക പോലുമില്ല. ചിന്തിക്കോ? യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് തേടുന്നവർ അതിനുവേണ്ടി തെളിവ് ചെയ്യാനും ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കാനും മെനക്കെടുന്ന മെനക്കെടൽ, അള്ളാഹുവിനോട് തേടാനുള്ള ആയത്തുകളും തെളിവുകളും പഠിക്കാൻ വേണ്ടി അവരതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ എന്തുപകാരം ലഭിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവിൻ,
ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അസ്തജിബ് ലക്കും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നോടുള്ള ഇബാദത്തിൽ നിന്ന് അഹങ്കരിച്ച് പുറംതിരിയുന്നവർ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ദുആഇനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഇബാദത്ത് എന്നാണ്. അപ്പൊ ദുആ എന്നത് ഇബാദത്താണ്. അത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ എന്നതിന് ഈ ആയത്തിൽ തെളിവുണ്ട്. ഒന്നത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞു. എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ടെന്ന് അള്ളാഹിന്റെ പടപ്പുകൾക്ക് ചെയ്യാൻ പാടില്ല. ആദ്യത്തെ വാചകത്തിൽ തന്നെ അതിന് തെളിവ് കിട്ടി. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ദുആഇ എന്ന് പറയുന്നതിന് പകരം ഇബാദത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ ദുആ എന്നത് ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു ദുആഉ ഹുവൽ ഇബാദ. ഇബാദത്തിന് ഏറ്റവും വലിയ ഉദാഹരണം ദുആ തന്നെയാണ്. ദുആ എന്നത് അത് തന്നെയാണ് ഇബാദത്ത്. പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയതാണ് അതിന് തെളിവായിട്ട്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി ഐ ദുആഇ. എന്നോടുള്ള ദുആയിൽ നിന്ന് ആരാണോ പുറംതിരിഞ്ഞു കളഞ്ഞത്, അഹങ്കരിച്ച് തിരിഞ്ഞുപോയത്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നരകത്തിൽ വഴിയെ നിന്ദ്യരായി അപമാനിതരായി പ്രവേശിക്കുന്നതാണ്. ഈ വാചകത്തിൽ നമുക്കുള്ള പാഠം, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലേ, ദുനിയാവിലെ ഏറ്റവും വലിയ അഹങ്കാരികൾ നമ്മളായിരിക്കും. അള്ളാഹിനോട് മാത്രം നമുക്ക് ദുആ ചെയ്യാൻ സാധിക്കുന്നില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം അതായിരിക്കും, ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഇനി നമ്മൾ അല്ലാത്തവരോട് തേടുന്നില്ല, അള്ളാഹുവിനോട് മാത്രമേ തേടുമ്പോൾ നമ്മൾ തേടുന്നുള്ളൂ. പക്ഷെ നമുക്ക് അതിന് സമയമില്ല, നമുക്ക് തോന്നുന്നില്ല. എന്നല്ല നമ്മൾ സൂചിപ്പിച്ചതുപോലെ. എന്നിരുന്നാലും കൂടി നമ്മൾ അഹങ്കാരികളാണ്. കാരണം അള്ളാഹുവിനോട് ഒരു നിമിഷ നേരത്തേക്ക് പോലും നമുക്ക് ആവശ്യമില്ലാതെ ആശ്രയമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ മരിച്ചവരെ വിളിച്ചു തേടാം, മൺമറഞ്ഞ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാം, ഇസ്തിഗാസ ചെയ്യാം, അല്ലെ അള്ളാഹുവിനോട് ചോദിക്കുന്നതൊക്കെ അവരോടും ചോദിക്കാം എന്ന് പഠിപ്പിക്കുന്നു ഇവിടുത്തെ യാഥാസ്ഥിക പുരോഹിതന്മാർ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മെ പഠിപ്പിച്ച മഹത്തായ ദുആണ്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ. മുഹിയുദ്ദീൻ ശൈഖിനെ അങ്ങനെ വിളിച്ച് തേടാം. സിറാത്തുൽ മുസ്തഖീം ഹിദായത്ത് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ച് തേടാം എന്ന് പഠിപ്പിക്കുന്ന സമസ്ത പുരോഹിതന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഹയാത്തിലുണ്ട്. യഹ്ദീഹിമുള്ള, അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. എന്താണ് മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ച് കുത്തുബിയത്തിൽ പാടുന്നത്? വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതു തിരം ചെയ്യും ഞാൻ എന്നോവർ. എവിടെ ഏത് പ്രതിസന്ധിയിൽ ഏത് ദുനിയാവിന്റെ ഏത് മുക്കിൽ മൂലയിൽ പോയി എന്ത് പ്രയാസത്തിലകപ്പെട്ടാലും വല്ല നിലത്തിന്നും ഏത് സ്ഥലത്താകട്ടെ എന്നെ വിളിപ്പോർക്ക്, എന്നെ വിളിച്ചാൽ, എന്നെ വിളിച്ചു തേടിയാൽ അവൻ ആ വിളിച്ചു വായ പൂട്ടുന്നതിന് മുമ്പ് അവൻ ഉത്തരം ചെയ്യുന്നു. ആര്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മരിച്ച മുഹിയുദ്ദീൻ ശൈഖ്. നമ്മൾ ദുആ ചെയ്യേണ്ടത് ആരോടാണ്? മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനോടാണ്. അത് അള്ളാഹു നമ്മെ പഠിപ്പിച്ച തത്വമാണ്. ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനോടെ നമ്മൾ ദുആ ചെയ്യാൻ പാടുള്ളൂ. അതാര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രം. എന്താണ് ഞങ്ങൾ തെളിവ്? പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞങ്ങൾ തെളിവ്? പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഹിഫ്ലുണ്ട്, അത് നിങ്ങളെ ഹിഫ്ലിലുണ്ട് ആ സാധനം. ഒരു ദുആയാണ്, ദിക്റാണ്. നമ്മൾ ഇന്ന് രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറു സ്വബാഹ് വൽ മസാഇൽ ചൊല്ലുന്ന ദിക്റാണ്, ദുആയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. എന്തർത്ഥം? യാ ഹയ്യു യാ ഖയ്യൂം. എന്തർത്ഥം? എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായവനെ. അള്ളാഹുവിനെ വിളിക്കുകയാണ്. അതാണ് തവസ്സുൽ ശർഈ. ശർആക്കപ്പെട്ട തവസ്സുലിന് ഉദാഹരണമാണത്. എന്ത്? അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന മുൻനിർത്തി അതിനിടയിൽ വെച്ചിട്ട് അള്ളാഹിനോട് തേടുക. അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ശ്രേഷ്ഠരായ ആളുകളോട് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. ഇതൊക്കെയാണ് തവസ്സുൽ ശർഈ. മരിച്ചുപോയ ആളുകളെ വെച്ച് തവസ്സുലാക്കാൻ പാടുണ്ടോ? പാടില്ല, ശിർക്കാണത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് എങ്ങനെ ദുആ ചെയ്യണം നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അവന്റെ ഉത്തമമായ നാമഗുണ വിശേഷണങ്ങൾ മുൻനിർത്തി അവനോട് തേടണം. യാ ഹയ്യു യാ ഖയ്യൂം.
ബിറഹ്മതിക്, അല്ലാഹുവേ എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായവനെ, നിന്റെ കാരുണ്യം മുൻനിർത്തി ഞങ്ങളിതാ അസ്തഗീസ്, ഇസ്തിഗാസ ചെയ്യുന്നു. അല്ലാഹ് അല്ലാത്തവരെ നമ്മൾ വിളിച്ച് തേടുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ഇസ്തിഗാസ ചെയ്യുന്നുള്ളൂ. അല്ലാഹ് അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാം, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള പ്രാർത്ഥന നമ്മൾ അല്ലാഹുവിനോട് മാത്രമേ ഉള്ളൂ എന്ന് ഇവിടുത്തെ മൗലവിമാർ ന്യായീകരിക്കും. ഈ ദുആയിൽ അല്ലാഹു ഇസ്തിഗാസ ആരോടാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനും എന്നെന്നും ജീവിക്കുന്നവനുമായവനെ, ബിറഹ്മതിക, നിന്റെ റഹ്മത്തിനെ മുൻനിർത്തി റബ്ബേ ഇതാ നിന്നോട് ഞങ്ങൾ ചോദിക്കും. അസ്തഗീസ്, നിന്നോട് ഞങ്ങൾ ഇതാ സഹായം തേടുന്നു. അസ്തഗീസ്, അസ്ലിഹ് ലീ ശഅനി കുല്ല, എന്റെ എല്ലാ കാര്യങ്ങളും നീ നേരെയാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന നിമിഷാർദ്ധ നേരത്തേക്ക് പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് മടക്കരുതേ. ഒരര സെക്കൻഡ് നേരത്തേക്ക് പോലും എന്റെ കണ്ണടച്ചോർക്ക് എത്ര സമയം വേണം? ഈ ചെറിയ സമയത്തേക്ക് പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത് റബ്ബേ. നീ അങ്ങ് ഏറ്റെടുക്കണേ, നീ നേരെയാക്കണേ, എല്ലാ കാര്യവും നേരെയാക്കണേ. അസ്ലിഹ് ലീ ശഅനി കുല്ല, കാരണം എന്താ? അൻതൽ ഹയ്യുൽ ഖയ്യൂം, നീയാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. മനുഷ്യന്മാരൊക്കെ കണ്ണടച്ചാലും ജീവിച്ചു മരിച്ചാലും ആരെന്നെ സഹായിക്കാനില്ലെങ്കിലും എല്ലാം നിയന്ത്രിക്കുന്ന, എന്നും ജീവിച്ചിരിക്കുന്ന, ഉറങ്ങാത്ത, ക്ഷീണമില്ലാത്ത, മയക്കം ബാധിക്കാത്ത, എല്ലാ പൂർണ്ണതയുമുള്ള റബ്ബേ, നീ മാത്രമാണ് അതിനർഹൻ. അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്. അപ്പൊ ചോദിക്കേണ്ടത് ആരോടാണ്? തേടേണ്ടത്, ഇസ്തിഗാസ ചെയ്യേണ്ടത്, ദുആ ചെയ്യേണ്ടത് ആരോടാണ്? എന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിനോട്. ശരി, അള്ളാഹു ഖുർആനിലൂടെ പറയുന്നു, സൂറത്ത് ഇബ്രാഹിമിലെ 39-ാമത്തെ ആയത്ത്, ഇന്ന റബ്ബി ലസമീഉ ദുആ, പറയുക, ഇന്ന റബ്ബി ലസമീഉ ദുആ, എന്റെ റബ്ബ് അവൻ ദുആ കേൾക്കുന്നവൻ തന്നെയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ് എന്റെ റബ്ബ് എന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥന കേൾക്കുന്ന റബ്ബിനോടല്ലാതെ പിന്നെ ആരോട് നമ്മൾ പ്രാർത്ഥിക്കുക? വേറെ ആരോടെങ്കിലും പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. അള്ളാഹു സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞു, വഇദാ സഅലക ഇബാദി, ഇവിടൊക്കെ നോക്കൂ നിങ്ങൾ, പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹു റബ്ബി, എന്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബ്, എന്നോട് ചോദിക്കൂ. അള്ളാഹു അവനിലേക്ക് ചേർത്തിട്ടാണ് അവന്റെ അടിമകളെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്. അത്രമാത്രം അള്ളാഹു നമ്മോട് അടുത്തവനാണ്. ഇവിടെ ചില ആളുകൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ തോന്നും അള്ളാഹു സാധാരണക്കാരായ പടപ്പുകൾക്ക് അടുക്കാൻ പറ്റാത്ത ദൂരത്താണ്, നമുക്കൊന്നും അള്ളാഹുലേക്ക് അടുക്കാനേ പറ്റില്ല. അങ്ങനെയാണ് പഠിപ്പിക്കുന്നവര്. നമ്മൾ എന്തിനാണ് അള്ളാഹുവിനെ വിളിച്ച് തേടുന്നത്? അമ്പിയാക്കളെ, ഔലിയാക്കളെ, മൺമറഞ്ഞവരൊക്കെ വിളിച്ച് തേടുന്നത് എന്തിനാണ്? നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള അർഹതല്ല. നമ്മൾ പാപികളാണ്, ദോഷികളാണ്. അള്ളാഹുലേക്ക് അടുത്ത മഹാന്മാരുണ്ട്, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വാലിഹ്യങ്ങളുണ്ട്. അപ്പൊ അവരോട് നമ്മൾ അടുക്കുക. അവരോടടുത്താൽ അവർ നമ്മളെ കാര്യങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കും. നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ യോഗ്യതയില്ല. ഇവിടെ ഒരു സഖാഫി പണ്ട് പ്രസംഗിച്ച പോലെ ഇന്നും അയാൾ ജീവിച്ചിരിപ്പുണ്ട്, യഹ്ദിഹില്ല. അയാൾ പറയണം, അള്ളാഹുവിനോട് നമുക്ക് അടുക്കാൻ പറ്റൂല. കാരണം അള്ളാഹ് ട്രാൻസ്ഫോമർ പോലെയാണ്. ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ നേരിട്ട് വീട്ടിൽ നിന്ന് ഇലക്ട്രിക് ലൈൻ, നമ്മുടെ വീട്ടിലേക്കുള്ള കറണ്ട് ട്രാൻസ്ഫോമറിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുമോ? ട്രാൻസ്ഫോമറിലേക്ക് നേരിട്ട് നമ്മൾ വീട്ടിലേക്ക് കറണ്ട് വലിക്കുമോ? ഇല്ല. വലിച്ചാലോ അടിച്ചു പോവും. വീട്ടിലെ വൈദ്യുതോപകരണങ്ങൾക്ക് അടിച്ചു പോവും. ഇതുപോലെ അള്ളാഹുലേക്ക് നേരിട്ട് നമുക്ക് അടുക്കാൻ പറ്റൂല, ട്രാൻസ്ഫോമറിനെ പോലെ. അപ്പോ അള്ളാഹുലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന പോസ്റ്റുകൾ പോലെയാണ് ആര്? നമ്മൾ വീട്ടിലേക്ക് പോസ്റ്റിൽ നിന്നാണല്ലോ ലൈൻ വലിക്കുക. അതുപോലെ പോസ്റ്റുകൾ പോലെയാണ് മഹാന്മാരും അമ്പിയാക്കളും ഔലിയാക്കളും. അപ്പൊ അതുകൊണ്ട് അവരോട് നമ്മൾ അടുക്കുക. പോസ്റ്റിൽ നിന്ന് കറണ്ട് വലിക്കണ പോലെ അവരെ നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫോമറായി അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നു. ഇങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അള്ളാഹുലേക്ക് നേരിട്ട് നമുക്ക് അടുക്കാനുള്ള യോഗ്യത ഇല്ല എന്ന്. ഇവിടെ നോക്കുക, അള്ളാഹു പറയുന്നു, നോക്കുക നിങ്ങൾ, വഇദാ സഅലക ഇബാദി, നിന്നോട് നബിയെ, എന്റെ അടിമകൾ, റസൂലേ, എന്റെ അടിമകൾ താങ്കളോട് അന്നീ, എന്നെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ പറയുക നബി, ഫഇന്നീ ഖരീബ്, ഞാൻ അവർക്ക് അടുത്തവനാണ്, സമീപസ്ഥനാണ്. എന്റെ അടിമകൾ താങ്കളോട് എന്നെപ്പറ്റി ചോദിച്ചാൽ അവരോട് പറഞ്ഞേക്കുക നബിയെ, ഫഇന്നീ ഖരീബ്, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്, അടുത്തവനാണ്. ഇടയിലെ ആളെ വെച്ചിട്ട് അടുപ്പിക്കാൻ ദൂരെയുള്ളവനല്ല,
അകലെയുള്ളവനല്ല. മധ്യവർത്തികളെ സ്വീകരിക്കാൻ അള്ളാഹു അടുക്കാൻ പറ്റാത്ത ഇടത്തല്ല, മറിച്ച് അള്ളാഹു അടുത്തവനാണ്. അള്ള പറയണം ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ദുആ ചെയ്യുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും. അള്ളാഹു ആർക്ക് ഉത്തരം നൽകുക? അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ. ഉജീബു എന്താർത്ഥം? ഉജീബു, അജാബ യുജീബു, ഉജീബു എന്താർത്ഥം? ഞാൻ ഉത്തരം നൽകും. ദഅവത ദാഇ ഇദാ ദഅാനി, ദുആ ചെയ്യുന്നവൻ എന്നോട് തേടിയാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും. അപ്പൊ അള്ളാഹ് ആർക്കാണ് ഉത്തരം നൽകുക? ആരെ ദുആക്കാണ് ഉത്തരം നൽകുക? അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരെ ദുആക്ക് ഉത്തരം നൽകുക. അല്ലാത്തൊരു ദുആക്ക് അള്ളാഹ് ഉത്തരം കൊടുക്കോ? ഇല്ല. അവരല്ലാഹു വെറുക്കുന്നു, അവരല്ലാഹു അകറ്റുന്നു. കാരണം അവർ വലിയ തിന്മയിലാണ് അകപ്പെട്ടിരിക്കുന്നത്, ശിർക്ക് എന്ന മഹാതിന്മയിൽ. എന്നിട്ട് അള്ളാഹു പറയണം ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അതുകൊണ്ട് അള്ളാന്റെ വിളിയുണ്ടല്ലോ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ കൂട്ടരെ, എൻ്റെ അടിമകളെ, നിങ്ങളോട് ഏറ്റവും അടുത്തവനോട് ദുആ ചെയ്യൂ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യൂ. അള്ളാഹു പറയും ഫൽയസ്തജീബൂ ലീ, നിങ്ങൾ എനിക്കുത്തരം ചെയ്യൂ. എങ്ങനെയാണ് നമ്മൾ അള്ളാഹ്ക്ക് ഉത്തരം ചെയ്യുക? അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യാൻ അള്ളാഹ് പറയാണ്. എങ്കിൽ അള്ളാഹ് നമ്മുടെ വിളിക്ക് ഉത്തരം ചെയ്യും. നോക്കൂ നിങ്ങൾ, എന്തൊരു അത്ഭുതമാണ് ആ പ്രയോഗം. അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യൂ കൂട്ടരെ, എൻ്റെ അടിമകളെ, ഞാൻ നിങ്ങളോട് അടുത്തവനാണ് എന്ന് അള്ളാഹു നമ്മോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഖുർആനിലൂടെ. ഈ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്യേണ്ടത് എങ്ങനെയാണ്? അള്ളാഹിനെ മാത്രം വിളിച്ചിട്ട്. എങ്കിൽ അള്ളാഹ് നമ്മുടെ വിളിക്ക് ഉത്തരം ചെയ്യും. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ വൽയുഅ്മിനൂ ബി, നിങ്ങൾ എന്നിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുക. ഏത് പ്രതിസന്ധിയിലും ഞാനാണ് നിങ്ങൾക്ക് ഉത്തരം നൽകാനുള്ളവൻ. ലഅല്ലഹും യർഷുദൂൻ, എങ്കിൽ നിങ്ങൾ നേർമാർഗം പ്രാപിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇനി അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടുന്ന മഹത്തായൊരു മര്യാദ, ഒരുപാട് മര്യാദകളുണ്ട്. അതിൽ ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിന്റെ 55, 56 ആയത്തുകളിൽ പറയുന്നു. ഈ സൂറത്തുകളൊക്കെ, ഈ ആയത്തുകളൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോൾ, നമ്മൾ പല ക്ലാസ്സുകളിലായി ഒരുപാട് ആയത്തുകൾ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് കുറിച്ചു വെക്കുകയാണെങ്കിൽ ആ ആയത്തിലൂടെ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ അതൊക്കെ നേരത്തെ മറിച്ചു നോക്കാം, അതിൻ്റെ തഫ്സീറൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇത് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഖുർആനെ വായിക്കണമെന്ന് നമ്മൾ പല ദിവസങ്ങളായി ആവർത്തിച്ചിട്ടുണ്ട്. ഈ ആയത്തുകളുടെ രഹസ്യം എന്താണ്, അത്ഭുതങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. സൂറത്തുൽ അറാഫിലെ 55 മുതൽ 56 വരെയുള്ള ആയത്തുകൾ അള്ളാഹു പറയണം ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹു പറയണം. അവിടെ നോക്കൂ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബ്. ആരാന്റെ റബ്ബല്ല, നിങ്ങളുടെ റബ്ബ്. നിങ്ങൾ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്ന റബ്ബ്, നിങ്ങളോട് ഏറ്റവും അടുത്ത റബ്ബ്. ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുവിൻ. കൽപ്പനയാണ്. ഉദ്ഉ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? തദർറുഅൻ വഖുഫ്യ, വിനയത്തോടെയും താഴ്മയോടെയും രഹസ്യമായിട്ടും. എങ്ങനെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത്? എങ്ങനെ ദുആ ചെയ്യേണ്ടത്? അങ്ങേയറ്റം വിനയത്തോടെ താഴ്മയോടെ. വിനയവും താഴ്മ ഉണ്ടായാൽ അലമുറയിട്ട് ലൗഡ് സ്പീക്കറിൽ ഒച്ച ഉണ്ടാക്കി ദുആ ചെയ്യാൻ തോന്നോ? ഇല്ല. വിനയവും താഴ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആളുകളോട് എങ്ങനെ സംസാരിക്കുക? വിനയവും താഴ്മ ഉണ്ടെങ്കിൽ നമ്മൾ ആളുകളോട് എങ്ങനെ ചോദിക്കുക? സാധാരണ ആളുകളോട്, നമ്മളോടുള്ള നിങ്ങൾ ഉസ്താദ്മാരോട് എങ്ങനെ ചോദിക്കുക? ഏയ് എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ടാണോ ചോദിക്കുക? അതിന് വിനയം ആരെങ്കിലും പറയും? നിങ്ങൾ ചോദിച്ചാൽ മറുപടി അറിയും. വിനയം താഴ്മ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കുക? വളരെ പതിഞ്ഞ സ്വരത്തിൽ, അല്ലെ ശബ്ദം താഴ്ത്തി, അല്ലേ? അത് വിനയത്തിന്റെ അടയാളാണ്. അപ്പോൾ ഒച്ചിട്ട് സംസാരിക്കുക എന്നുള്ളത് അദബുകേടാണ്, വിനയത്തിന്റെ കുറവാണ്. പ്രത്യേകിച്ച് മുതിർന്ന ആളുകളോട് സംസാരിക്കും. ലോകയുടെ റബ്ബായ അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെ ചോദിക്കേണ്ടത്? ഏറ്റവും വിനയത്തിൽ, ഏറ്റവും താഴ്മയും ഗോപ്യമായി നമ്മൾ ചോദിക്കുന്നത് നമ്മൾ നമ്മുടെ റബ്ബും കേട്ടാൽ മതി. നാട്ടുകാരെ കേൾപ്പിക്കണോ? അടുത്തിരിക്കണോനെ കേൾപ്പിക്കണോ? പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന സകല പടപ്പുകളെയും കേൾപ്പിക്കണോ? വേണ്ടതില്ല. ഇത് അള്ളാഹിനോട് തേടേണ്ട മര്യാദ അള്ളാഹ് പഠിപ്പിക്കുക. ഇന്നിവിടെ ദുആ സമ്മേളനം, ആ വാർഷികം, ഈ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വലാത്ത് വാർഷികം എന്ന് പറഞ്ഞ് പോകട്ടെ. ഓരോ വഖത്തിനും ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം അതിനപ്പുറത്ത് പ്രത്യേക പരിപാടികൾ ഉണ്ടാകുമ്പോൾ, ജുമാക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പള്ളിമിനാരങ്ങളിൽ നിന്ന് ദുആ നിങ്ങൾ കേൾക്കല്?
എങ്ങനെ കേൾക്കല്? ഒച്ചക്ക്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഇമാമ ഒച്ചക്ക് ദുആ ചെയ്യും. എന്താണ് ഇമാമ ദുആ ചെയ്യുന്നത് എന്ന് പോലും മുഅ്മിനീങ്ങൾക്കറിയില്ല. ഓരിങ്ങനെ ആമീൻ തൊഴിലാളികളായി എന്താണ് പറയുന്നത്? ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം തന്നെ അറിയാത്ത ആളുകളാണ്. അല്ലാഹു ഈ ദുആ സ്വീകരിക്കണമേ. എപ്പോഴാണ് ഈ ആമീൻ പറയും? ഇമാമ് ശ്വാസം വിടാൻ വേണ്ടി കാത്തുക്കും, അപ്പൊ ആമീൻ പറയും. ചിലപ്പോൾ ഇമാമിന് ശ്വാസം മുട്ടി ചിലപ്പോൾ ആമീൻ പറയേണ്ടതില്ലാത്ത സ്ഥലത്ത് ഇപ്പൊ ഉദാഹരണത്തിന് വിത്റിലെ കുനൂത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയലുണ്ട്, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്, അല്ലാഹുവേ നീ ഹിദായത്ത് നൽകിയവർ എനിക്ക് ഹിദായത്ത് നൽകണമേ. ആമീൻ ആമീൻ പറയാം. ബാക്കി എന്താ? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത്, നീ ആഫിയത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്ക് ആഫിയത്ത് നൽകണം. ആമീൻ. അവിടെ നമുക്ക് ആമീൻ പറയാം. പിന്നെന്താ? വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ ഏറ്റെടുത്തവരുടെ, നീ സംരക്ഷിച്ചവരുടെ കൂട്ടത്തിൽ എന്നെയും നീ ഏറ്റെടുക്കണമേ, എന്നെയും നീ സംരക്ഷിക്കണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത്, നീ നൽകിയതിൽ എനിക്ക് ബറക്കത്ത് നൽകണമേ. വഖിനി ശർറ മാ ഖളൈത്, നിന്റെ വിധിയിലെ ഷർറായ കാര്യങ്ങളിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ. ഈ വാചകങ്ങളുടെ ഒക്കെ ഇടയിൽ നമുക്ക് ആമീൻ ആമീൻ പറയാം. കാരണം അള്ളാഹിനോട് ചോദിക്കുകയാണ്, ആമീൻ നീ ഉത്തരം സ്വീകരിക്കണമേ, നീ ദുആ സ്വീകരിക്കണമേ, ഉത്തരം ചെയ്യണമേ. പിന്നുള്ള വാചകം എന്താ? ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക്. പിന്നുള്ളതൊരു ഇഖ്ബാറാണ്, ഒരു തത്വമാണ് പഠിപ്പിക്കുന്നത്. നീയാണ് വിധിക്കുന്നവൻ. വലാ യുഖ്ളാ അലൈക്, നിന്റെ മേൽ വിധിക്കാൻ ആരുമില്ല. പിന്നെ ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക് വഇന്നഹു ലാ യദില്ലു മൻ വാലൈക്, നീ ബന്ധം സ്ഥാപിച്ചവരെ, നീ സംരക്ഷിച്ചവരെ, നിന്റെ വലിയകളായവരെ നിന്ദിക്കാൻ ആരുമില്ല. പിന്നെ വലാ യഅ്സു മൻ ആദൈ, നീ ശത്രുത കാണിച്ചവരെ പ്രതാപികളാക്കാനും ആരുമില്ല. ഇവിടെ ആമീൻ പറയാൻ പറ്റുന്ന സാഹചര്യം ആമീൻ. നീ പ്രതാപിയാക്കിയവരെ നിന്ദിക്കാൻ ആരുമില്ല, നീ നിന്ദിച്ചവരെ പ്രതാപിയാക്കാൻ ആരുമില്ല, നീ വിധിച്ചതിന്റെ പോലെ വിധിക്കാൻ ആരാ? ആമീൻ, എന്റെ ദുആ സ്വീകരിക്കണമേ. അവിടെ ആമീൻ പറയാൻ പാടില്ല. നമ്മുടെ ആളുകൾക്ക് അറിയില്ല. കാരണം എന്താ? അർത്ഥം അറിയില്ല. നമ്മളെ കുറിച്ച് തന്നെ ഈ പറയുന്നത്, പുറത്തുള്ളവരെ കുറിച്ച് ചിന്തിക്കണ്ട. നമ്മൾ പല ആളുകളും വിത്റിൽ ദുആ ചെയ്യുമ്പോൾ ഇവിടൊക്കെ ആമീൻ പറയും. അവിടെ ആമീൻ പറയേണ്ടതില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ രണ്ട് കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ഒന്നുകിൽ മിണ്ടാതിരിക്കുക, കാരണം അത് അംഗീകരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുക. അവിടെ ആമീൻ പറയൽ അസ്ഥാനത്താണ്, അള്ളാഹിനെ കളിയാക്കുന്ന പോലെയാണ്. അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അല്ലാഹു നീ എത്ര പരിശുദ്ധൻ, നിന്നെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ രണ്ടാലൊരു നടപടിയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂട്ടത്തോടെ പറയണം, വേണ്ട, ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് പറയാം, വ്യക്തിഗതമായി പറയാം. ഏറ്റവും ഹൈറോടെ മിണ്ടാതിരിക്കലാണ്. അവിടെ ആമീൻ പറയരുത്. അപ്പൊ ഈ ആമീൻ പറയേണ്ടത് എവിടെയാണ്, പറയേണ്ടാത്തത് എവിടെയാണെന്ന് പോലും അറിയില്ല മാമൂമികൾ. കാരണം ഇതെന്താണ് ഈ ചൊല്ലുന്ന അറിയണ്ടേ? റസൂൽ സഹാബത്ത് ഇങ്ങനെ ദുആ ചെയ്തിട്ടില്ല, ഇങ്ങനെ ദുആ പഠിപ്പിച്ചിട്ടില്ല. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടി ഇമാം മഅ്മൂമിങ്ങൾക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഒരു കൂട്ടപ്രാർത്ഥന അള്ളാന്റെ റസൂലോ സഹാബത്തെ പഠിപ്പിച്ചിട്ടില്ല. ദീനിൽ ഉണ്ടാക്കപ്പെട്ട പുത്തൻ കാര്യമാണ്, ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അള്ളാന്റെ റസൂലോ സഹാബത്തോ, ഇന്ന് നമ്മൾ സമസ്തന്റെ മദ്രസയിൽ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യേണ്ടതായി പഠിപ്പിക്കുന്ന പ്രത്യേക ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഹംദു സ്വലാത്തിന്റെ ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഖതായായ കുല്ലഹാ അല്ലാഹുമ്മ അശ്നി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി ലിസ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ് ഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹാ വലാ യസ്രിഫു സയ്യിഅഹാ ഇല്ലാ അൻത തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്വാലിഹീൻ. അല്ലേ? അങ്ങനെയല്ലേ ദുആ? ഈ ദുആ ആരെ പഠിപ്പിച്ചു? തെളിവ് കൊണ്ടുവരണം. ആര് പഠിപ്പിച്ചു ഈ ദുആ? പഠിപ്പിക്കുമ്പോൾ തോന്നുന്നു അള്ളാന്റെ റസൂൽ സഹാബത്തിനെ പഠിപ്പിച്ച ദുആ എന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് കൃത്യമായി. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം എന്താ ചെയ്യേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് 3 തവണ പറയണം. ഇതിങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല സമസ്തന്റെ മദ്രസയിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിസ്കാരം അവസാനിച്ചു എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയിരുന്നത് അസ്തഗ്ഫിറുല്ലാ എന്ന് 3 തവണ ഉച്ചത്തിൽ അവിടുന്ന് പറയുന്നത് കേട്ടിട്ടാണ് സ്വഹാബികൾ പലരും. അന്ന് മൈക്കും ലൗഡ് സ്പീക്കർ ഒന്നുമില്ല. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ആളുകളുടെ വിചാരത്തൊന്നും ദുആ ഇല്ലെന്നാ. എന്താ ഇതിന്റെ അർത്ഥം? അസ്തഗ്ഫിറുല്ലാ ഏറ്റവും മഹത്തായ ദുആ. അല്ലാഹുവേ നിന്നോട് ഞാനിതാ പൊറുക്കലിനെ ചോദിക്കുന്നു. ആളുകൾക്ക് അറിയില്ല അത് ദുആ ആണോ, എന്താണ് ഇതിന്റെ അർത്ഥവും ആശയവും, കാമ്പും ആത്മാവുമെന്ന്. അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് അസ്സലാം, നിന്റെ പേരാണത്, നീയാണ് രക്ഷയും സമാധാനവും നൽകുന്നവൻ. വമിൻക സലാം, നിന്നിൽ നിന്നാണ് സലാം, വേറെ ആരിൽ നിന്നല്ല, നിന്നോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ.
തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, എല്ലാ ആദരവും മഹത്വവും ഔന്നിത്യവും ഉടയവനെ, നീ എത്ര അനുഗ്രഹ സമ്പൂർണനാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത്, എന്തൊരു ദുആയാണത്. നീ നൽകിയത് തടയുന്നവൻ ആരുമില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത് വലാ മുഅ്തിയ ലിമാ മനഅത്, നീ തടഞ്ഞത് നൽകാനും ആരുമില്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, ഒരു സ്ഥാനവും അധികാരവും സമ്പത്തുമുള്ളവനും നിന്റെ അടുക്കൽ അതുകൊണ്ട് യാതൊരു ഉപകാരവും ലഭിക്കില്ല, അവൻ മുഅ്മിനായില്ലെങ്കിൽ അല്ലാതെ. എന്തൊരു മഹത്തായ ദുആയാണത്. എന്നിട്ട് 33 തവണ അൽഹംദുലില്ലാ. ഇനിയുണ്ട് ആ ദിക്റുകളുടെ പിന്നാലെ വേറെയും ദിക്റുകളുണ്ട്. 33 തവണ അൽഹംദുലില്ലാ, 33 തവണ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. 33 + 33 + 33 എത്രയായി? 99. 100-1 കുറവുണ്ട്. അവിടെ എന്ത് ചൊല്ലണം പഠിപ്പിച്ചില്ല അല്ലാഹുവിന്റെ റസൂല്. 100 തികക്കാനും നിങ്ങൾ 1 എന്ത് ചൊല്ലണം എന്ന് വരെ പഠിപ്പിച്ച റസൂലുള്ളാഹിക്ക് അറിയില്ല എങ്ങനെ ഒരു പ്രത്യേക ദുആ പഠിപ്പിക്കാൻ. എന്തേ പഠിപ്പിച്ചില്ല? അവിടെ അതാണ് ചെയ്യേണ്ടത്. റസൂലുള്ള പഠിപ്പിച്ചാൽ അതുപോലെ ചെയ്യലാണ് സുന്നത്ത്. അത് പിൻപറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. ഇല്ലാത്തതുണ്ടാക്കി അത് ദീനായി കൊണ്ടാടുന്നവർ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളാണ് എന്ന് മനസ്സിലാക്കണം. ബിദ്അത്തുകളെ ഗൗരവത്തിൽ നിങ്ങൾ കരുതിയിരിക്കണം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തീർന്നോ? എന്നിട്ട് തീർന്നോ? ആയത്തുൽ കുർസി, അവസാനത്തെ 3 സൂറത്തുകൾ. ഇതിന്റെ ഒക്കെ ഫളലും പോരിശും എമ്പാടും സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ഒറ്റക്കോ കൂട്ടമായോ, ഞാൻ നേരത്തെ ചൊല്ലിയില്ലേ, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മദ്രസകളെയും പഠിപ്പിക്കും. ആര് പഠിപ്പിച്ചു? തെളിവുണ്ടോ? എങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ആയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ അള്ളാഹിനോട് എങ്ങനെ ദുആ ചെയ്യേണ്ടത്? കൂട്ടമായി ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച്. ഇനി ഇവിടെ ദുആ ചെയ്യുന്ന ഇവിടുത്തെ പുരോഹിത വർഗത്തിന്റെ ദുആ കേട്ട് കഴിഞ്ഞാൽ പാട്ടാണ് ദുആ, ഒക്കെ പാട്ടാ. പാട്ടില്ലാത്ത കളിയില്ല ഈ ചങ്ങാതിമാർക്ക്. ദുആ പോലും പാട്ടാണ്. എന്തൊരു അപമര്യാദയാണിത്! അള്ളാഹിനോട് പാട്ടുപാടി ദുആ ചെയ്യാം. പ്രസംഗിക്കുമ്പോൾ പോലും പാടരുത് എന്നതാണ് അഹ്ലുസുന്നയുടെ നയം. പ്രസംഗിക്കുമ്പോൾ പോലും നമുക്ക് ഈണത്തിൽ സ്വരം നന്നാക്കി പാരായണം ചെയ്യാൻ കടപ്പെട്ടത് എന്തുമാത്രമാണ്? ഖുർആൻ മാത്രമാണ്. വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ ഓതുമ്പോഴാണ് നമ്മൾ സ്വരം നന്നാക്കി സംസാരിക്കുന്നത് പോലെയല്ലാതെ ഈണത്തിൽ നന്നാക്കി പാരായണം ചെയ്യേണ്ടത് ഖുർആൻ മാത്രമാണ്. ഹദീസ് പോലും ചില പണ്ഡിതന്മാർ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. ദിക്റും ദുആഉം വിനയത്തോടെ താഴ്മയോടെ അള്ളാഹുവിനോട് അപേക്ഷയാണ്, പാട്ടല്ല അത്. ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിപരമായൊരു ചോദ്യം. നമുക്ക് ദുനിയാവിൽ നമ്മളേറെ ബഹുമാനിക്കുന്ന ഒരാൾ, കുറച്ച് അധികാരവും സ്ഥാനമൊക്കെ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ നല്ല ഇൽമുള്ള ഒരാൾ, ഒരു ആലിം, നമ്മൾ അവരോട് നമുക്ക് വേണ്ടപ്പെട്ടൊരു കാര്യം ചോദിക്കുക എങ്ങനെ? പാടിയിട്ടാണ്. പോട്ടെ, നമ്മളെ ഉമ്മാനോടും ഉപ്പാനോടും ദിവസം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ? ഉപ്പാ പെരുന്നാളിന് എനിക്ക് പുതിയ ഡ്രസ് എടുത്തരണേ, ഇങ്ങനെ ചോദിക്കാം. നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നതിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ? നിങ്ങൾ പറയും, ഇത് നമ്മുടെ കേവല ബുദ്ധി അംഗീകരിക്കോ? കളിയാക്കാന്നല്ല പറയല്. ഇങ്ങനെ പാട്ട് പാടിയിട്ടാണ് അള്ളാഹിനോട് ചോദിക്കല്. ആരെ പഠിപ്പിച്ചു ഇത്? ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അല്ലാഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിനയത്തോടെ താഴ്മ ഖുഫിയ രഹസ്യമായി ചോദിക്കൂ. പാട്ട് പാടി ചോദിക്കൽ വിനയല്ല, അത് കളിയാക്കല. ഉമ്മാനെ ദുനിയാവിൽ നീ ഏറെ ആഗ്രഹിക്കുന്ന ഈ പറയുന്ന ആളുകൾ പല ത്വരീഖത്തും കൊണ്ടാടുന്നുണ്ടല്ലോ, പല ശൈഖന്മാർക്കും ബൈഅത്ത് ചെയ്തിട്ടുണ്ടല്ലോ, അവരെ മുരീദന്മാരായി ഇവിടെ പലരും ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ഇവർ ശൈഖായി ബൈഅത്ത് ചെയ്ത ശൈഖന്മാരോടടുത്ത് അവരൊരു കാര്യം പോയി പറയുമ്പോൾ പാടി ചോദിക്കലുണ്ടോ? ചോദിക്കോ? ഇതൊക്കെ പാട്ടാ. മൗലിദും പാട്ട്, റാത്തീബും പാട്ട്, കുതുബിയത്തും പാട്ട്, മാലയും പാട്ട്, പാട്ടില്ലാത്തൊരു കളിയില്ല. ബിദ്അകളുടെ ഏറ്റവും വലിയ അടയാളാണിത്. ദീന് മുഴുവൻ പാട്ടാക്കുക എന്നുള്ളത്, ദുആയും സിക്റും സ്വലാത്തും എല്ലാം പാട്ടാക്കുക എന്നുള്ളത് ബിദ്അത്തിന്റെ ആളുകളുടെ ലക്ഷണമാണ്. സലഫു സ്വാലിഹീങ്ങൾ പറഞ്ഞ പോലെ ഒക്കെ പാട്ടാ. ഇത് അല്ലാഹുവിനോട് തേടുന്ന ദുആഇന്റെ മര്യാദക്കേടാണ്. അല്ലാഹു പറയുന്നു, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിനയത്തോടെ താഴ്മയോടെ രഹസ്യമായി ചോദിക്കുക. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും കൂട്ടക്കാരും ഒന്നും അറിയേണ്ടതില്ല. അള്ളാഹു പറയുന്നു, ആയത്ത് പോയി പരിശോധിച്ച് നോക്കണം നിങ്ങൾ. സൂറത്ത് അറാഫിലെ 55 മുതൽ 56 ആയത്ത് വരെയുള്ള ആയത്തുകൾ. നമ്മൾ ഉണ്ടാക്കി പറയുന്ന ആയത്താണോ, ഇതിന്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണോ എന്നാർക്കും പരിശോധിക്കാം.
അള്ളാന്റെ കലാമാണ്, ഒരാൾക്കും കൈകടത്താൻ സാധിക്കൂല. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. എന്നിട്ട് ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു എന്താ പറഞ്ഞ 55-ാമത്തെ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഇങ്ങനെ ദുആഇന്റെ വിഷയത്തിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച ദുആ ഇതാണ്. ഇതിനപ്പുറത്ത് ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഒച്ചണ്ടാക്കി ദുആ ചെയ്യുക, അലമുറയിട്ട് ദുആ ചെയ്യുക, പാടി ദുആ ചെയ്യുക, വിനയവും താഴ്മയില്ലാതെ ദുആ അങ്ങനെ ചൊല്ലുന്നുണ്ടാവും. നാവിൽ നമ്മളിങ്ങനെ ചെറുപ്പത്തിലേ പഠിച്ചു വെച്ച ദുആ നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദിക്ർ ചൊല്ലുന്നുണ്ടാവും. മസ്ജിദിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 4 മൂലക്ക് നോക്കി അല്ലെങ്കിൽ വരുന്നവനും പോണവനൊക്കെ നോക്കിയിട്ടാണ് ദിക്റും ദുആയൊക്കെ. ഇല്ല, ഇങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹ ദുആഅ ദു ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അശ്രദ്ധമായ, തെറ്റിപ്പോയ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ഏകാഗ്രതയിൽ നിന്ന് തെറ്റിപ്പോയ ഹൃദയത്തിൽ നിന്നുള്ള ദുആ അല്ലാഹു സ്വീകരിക്കില്ല എന്നാണ്. എന്താണ് ഈ ചൊല്ലുന്നത്, എന്താണ് ഈ തേടുന്നത്, എന്താണ് ഈ പറയുന്നത് എന്ന ബോധമില്ലാത്ത, ചിന്തയില്ലാത്ത, ജീവനില്ലാത്ത, ആത്മാവില്ലാത്ത ദുആ അല്ലാഹുക്ക് ആവശ്യമില്ല. അല്ലാഹുക്ക് ആവശ്യമില്ല, അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇങ്ങനെ ദുആഇന്റെ മര്യാദകൾ വിട്ടുകിടക്കുന്നവർ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അങ്ങനെയുള്ളവർ അല്ലാഹുക്ക് ഇഷ്ടമല്ല എന്നാണ്, അല്ലാഹുവിന് ഇഷ്ടമില്ല എന്നാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ദുആ ചെയ്യണം? എന്തുകൊണ്ട് നമ്മുടെ ദുആകൾ പലതും സ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ള ഉത്തരവിടെ കിട്ടും നമുക്ക്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് പറയണം, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഭൂമിയിൽ നന്മയുണ്ടായതിനു ശേഷം നിങ്ങൾ നാശമുണ്ടാക്കരുത്. ഇതൊക്കെ ഭൂമിയിൽ നാശം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. അള്ളാഹിനോട് തേടേണ്ടതുപോലെ തേടാതിരിക്കുക, അള്ളാഹിനോട് തേടേണ്ടതിന് പകരം അള്ളാഹിന്റെ പടപ്പുകളോട് തേടുക. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന, ഒരിക്കലും മരിക്കാത്ത റബ്ബോടുള്ളപ്പോ മരിച്ചുപോയ അള്ളാഹിന്റെ പടപ്പുകളെ വിളിച്ച് തേടുക, മയ്യത്തിനോട് തേടുക, മൺകൂനകൾക്ക് മുന്നിൽ പോയി തേടുക, ഖബറിൽ പോയി സുജൂദ് ചെയ്ത് അള്ളാഹുവിന് കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുക. അള്ളാഹു ഭൂമിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കിയ 14 മുമ്പ് അള്ളാഹു പൂർത്തീകരിച്ച അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ ദീൻ, പൂർത്തിയായ ദീനിൽ അതിലില്ലാത്തത് കടത്തിക്കൂട്ടുക. ഇമാം ദാറുൽ ഹിജ്റ മഹാനായ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഈ ദീനിൽ മനിബ്തദഅ ബിദ്അതൻ ഫിൽ ഇസ്ലാമി യറാഹ ഹസന. ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂല് പൂർത്തീകരിച്ചു തന്ന ദീനിലില്ലാത്ത ഒരു കാര്യം പുതുതായി ഒരാളുണ്ടാക്കി. മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ദീനിലില്ലാത്ത പുതിയൊരു കാര്യം. മദ്യപാനവും വ്യഭിചാരവും പലിശയും കൊള്ളയും കൊലപാതകമാണ് ഈ പറഞ്ഞത് ആണോ? ദീനിലില്ലാത്തൊരു പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ദിക്റായി, നോമ്പായി, സ്വലാത്തായി, നിസ്കാരമായി, ഇബാദത്തായി, നന്മയായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചായി പറയുന്നത്. ബിദ്അത്തുകൾ തിന്മകളുടെ കൂട്ടത്തിൽ വരൂല. വരുമോ? ചില ആളുകൾ പറയും ചീത്ത ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തുണ്ട്. അപ്പൊ കേൾക്കുന്ന ആളുകൾക്കൊന്നും ചീത്ത ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മദ്യപാനവും വ്യഭിചാരവും മോഷണവും കൊള്ളയും കൊലപാതകമൊക്കെയാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളുടെ രൂപത്തിലേ വരുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞ ഹദീസിലൊന്നും ഇതില്ല, ചീത്ത ബിദ്അത്ത് വേറുണ്ട്, നല്ല ബിദ്അത്ത് വേറുണ്ട് എന്ന് പറഞ്ഞിക്കണോ? കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാന്നാണ്. കാരണം എല്ലാ ബിദ്അത്തും നന്മയുടെ രൂപത്തിലാണ് വരിക. ബിദ്അത്തുകൾ നന്മയായി, പുണ്യമായിട്ടാണ് വരിക. മദ്യപാനവും വ്യഭിചാരവും കൊള്ളയും കൊലപാതകവും ബിദ്അത്താണ് ആരെങ്കിലും പറയുമോ? മദ്യപാനം എന്ന ബിദ്അത്ത്, കൊള്ള എന്ന ബിദ്അത്ത്, വ്യഭിചാരം എന്ന ബിദ്അത്ത് എന്നാരെങ്കിലും പറയോ? പറയില്ല. അവിടെ മുസ്തലഹ് ബാധകല്ല, അതിന് മഅസിയത്ത് എന്നാ പറയാം. തിന്മകളെ കുറിച്ച് ഇസ്ലാമിന്റെ ഭാഷ എന്താണ്? സാങ്കേതിക ശബ്ദം മഅസിയത്ത് എന്നാണ്. നന്മകളിൽ ഉണ്ടാകുന്ന പുത്തൻ കാര്യങ്ങൾക്ക്, അനാചാരങ്ങൾക്കുള്ള സാങ്കേതിക ശബ്ദമാണ് ബിദ്അത്ത്. ഇങ്ങനെ ദീനിൽ ഒരാൾ ഇല്ലാത്തൊരു കാര്യം, റസൂലുള്ളാഹിയും സ്വഹാബത്തും പൂർത്തീകരിച്ച ദീനില്ലാത്ത കാര്യം എങ്ങനെ ഉണ്ടാക്കി? യറാഹ ഹസന. ഇമാം മാലിക് അന്ന് പറയാണ്. ഇമാം മാലിക് ആരാണ്? താബിഈയാണ്. ഉത്തമ തലമുറകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉത്തമ തലമുറകൾ ഇമാമാണ്. ഇമാം ദാറുൽ ഹിജ്റ, മദീനത്തെ ഇമാം, മഹാനായ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്. യറാഹ ഹസന. എങ്ങനെയാണ് അവരത് ഉണ്ടാക്കിയത്? നല്ലതാണെന്ന് പറഞ്ഞിട്ട്. അവരതിനെ കാണുന്നത് എന്തെന്ന് പറഞ്ഞിട്ടാ? നല്ലതല്ലേ, പുണ്യമല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, നോമ്പല്ലേ, നിസ്കാരമല്ലേ, മൗലീദല്ലേ, റസൂലുള്ളാഹിനോടുള്ള സ്നേഹമല്ലേ, പുണ്യമല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, എന്താ നിങ്ങൾക്ക് സൂക്കേട് എന്നാണ് ഞാൻ പറയല്. ഇമാം മാലിക് അതേ വർത്തമാനം പിൽക്കാലത്ത് ഈ ജാതി ന്യായീകരണവാദക്കാരും ഉണ്ടാകുമെന്ന് ദീർഘവിഷയങ്ങൾ ഇമാമിങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയണം യറാഹ ഹസന, പുണ്യമായി കണ്ടിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. എന്താണെന്നറിയാം? അദ്ദേഹം പറഞ്ഞു ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അല്ലാഹു നൽകിയ റിസാലത്തിൽ, ദീനിൽ അവൻ വഞ്ചന കാണിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ വാദിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത. കാരണം ഇവനുണ്ടാക്കിയ ഈ നന്മ അള്ളാന്റെ റസൂലിനെ അറിയില്ല. അല്ല, മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ മൗലീദിനെ പറ്റി പോരിശ എഴുതിയ കിതാബിൽ എഴുതിയതാണ്. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, മുമ്പ് പതിവില്ല, അവരെന്നെ പറയാണ്. അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഹിജ്റ 300 ശേഷം എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന് പരിചയമില്ല. സ്വഹാബത്തിന് പരിചയമുണ്ടോ? സ്വഹാബത്തിൽ ഒരു കുട്ടിക്ക് പോലും പരിചയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഒരുപാട് കാലം ജീവിച്ച ആയിഷ ബിയെ പോലെയുള്ള റസൂലുള്ളാഹിന്റെ ഭാര്യമാരുണ്ട്, നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവർക്ക് പരിചയമില്ല. പരിചയമുണ്ടോ? പരിചയമില്ല. സ്വഹാബത്തിൽ ദീൻ പഠിച്ച താബിഈങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമില്ല. താബിഈങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമില്ല. ഈ തലമുറകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസി ഖർനി, ഏറ്റവും ഉത്തമ തലമുറ എന്റെ തലമുറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന സ്വഹാബത്തിന്റെ തലമുറ, പിന്നെ അവരെ തുടർന്ന് വരുന്നവർ. അപ്പൊ സ്വഹാബത്തിന് പരിചയമില്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീന് പരിചയമില്ല. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ ഖുലഫാഉർ റാഷിദീങ്ങൾക്കൊന്നും പരിചയമില്ല. സ്വർഗം കൊണ്ട് ജീവിച്ചിരിക്കവേ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീനുണ്ട്, 10 സ്വഹാബികളുണ്ട്, അവർക്കാർക്കും പരിചയമില്ല. ബദറിലും ഉഹദിലും പങ്കെടുത്ത ബദരീങ്ങൾക്കും ഉഹദീങ്ങൾക്കും ഒന്നും പരിചയമില്ല. ആരെ കയ്യിൽ പോയി? താബിഈങ്ങൾക്ക് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല. അതിനുശേഷം ഹിജ്റ 300 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലാണ് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ, ഷാഫി മദ്ഹബിന്റെ ആളുകളാണ് പോലും. ഇമാം ഷാഫിക്ക് ഇത് പരിചയമില്ല, ഇമാം മാലിക്കിന് ഇതിന് പരിചയമില്ല, ഇമാം അബൂ ഹനീഫക്ക് പരിചയമില്ല, ഇമാം സുന്ന എന്നറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാ, ഈ ഇമാമിങ്ങൾക്ക് പരിചയമില്ല. ഓരെന്നെ പറയാണ് 300. പിന്നെ ആരത് കൊണ്ടുവന്നത്? മിസ്റിലെ ഷിയാക്കളിൽ ഏറ്റവും കടുത്ത നീചരായ കാഫിരീങ്ങളെപ്പോലും വെല്ലുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ സ്വഹാബത്തിനെ ശാപവാക്കുകൾ പറയുന്നത്, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയെ അഭിസാരിക എന്നും പോലും പറയുന്നത് ഇബാദത്തായി. എങ്ങനെ? അവരിൽ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് മക്കയിലും മദീനത്ത് അധികാരം കിട്ടിയാൽ, ഹറമിന്റെ ഭൂമിയിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ മദീനത്തെ 2 വിഗ്രഹങ്ങൾ പുറത്തെടുത്ത് ഞങ്ങൾ കത്തിച്ചാമ്പലാക്കും. ഇവരെ നേതാവ് പറഞ്ഞാണ് ഹുമൈനി. മദീനത്ത് ആരാണ് 2 വിഗ്രഹങ്ങൾ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ തോണ്ടി പുറത്തെടുത്ത് അതിനുള്ള വിഗ്രഹങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്, പുറത്തെടുത്ത് കത്തിച്ചു കളയും ഞങ്ങൾ എന്ന് പറഞ്ഞ കൗമാണ് ഇത് കൊണ്ടാടാൻ ആദ്യം തുടക്കം കുറിച്ചത്. ഫാത്തിമി ഷിയാക്കൾ, വ്യഭിചാരവും തോന്നിവാസവും എല്ലാ വൃത്തികേടുകളുള്ള വർഗം. ചില ഉലമാക്കൾ പറഞ്ഞു സിന്ദീഖ്, അള്ളാന്റെ ദീനിൽ നിന്ന് പുറത്തുപോയ പരിപാടികളെടുത്ത നിരീശ്വര നിർമ്മതവാദികളോട് സാദൃശ്യമുള്ളവർ എന്ന് പറഞ്ഞ ഈ കൗമാണിത് കൊണ്ടാടിയത് ആദ്യമായി. ആ കൂട്ടത്തിലൊരു രാജാവ് മിസ്ർ കേന്ദ്രീകരിച്ചു, ഈജിപ്ത് കേന്ദ്രീകരിച്ചു. ഈ പാരമ്പര്യമാണ് അവർക്കുള്ളത്. ശരി, അപ്പോ ഈ ജാതി അള്ളാഹു പൂർത്തീകരിച്ച ദീനിൽ, എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ലാ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്ത ദീനി നല്ലതാണെന്ന് പറഞ്ഞിട്ടൊരു പുതിയ കാര്യം കൊണ്ടുവന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ അവിടുന്ന് വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പറയുന്നത്. എന്നിട്ട് പറയണം മാലം യകുൻ യൗമ ഇദിൻ ദീനൻ ഫലം യകുനിൽ യൗമ ദീന. അന്ന് റസൂലുള്ള ദീനിൽ കാണിച്ചു തരാത്തതൊന്നും ഇന്നും ദീനല്ല. കാരണം അള്ളാഹു എന്താ പറഞ്ഞു? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു എന്നാണ്. അപ്പൊ ആ പൂർത്തീകരിച്ച ദീനിൽ, അന്ന് പൂർത്തിയാക്കിയ ദീനിൽ പിന്നെ ഇനി ഒന്നും പൂർത്തീകരിക്കാനില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ റസൂലുള്ള അത് അറിയിച്ചു തന്നില്ല എന്ന് വാദിക്കുന്നതിന് തുല്യമാണ്. എത്ര ഗൗരവമാണ് ഈ കാര്യം! ഇതിനെത്ര നിസാരത്തോടെയാണ് നമ്മൾ ആളുകൾ കാണുന്നത്. മസ്ജിദുകളിലുള്ള കൂട്ടപ്രാർത്ഥന, അതുപോലെ തന്നെ ഇപ്പൊ തറാവീഹിന്റെ റക്അത്തുകൾക്കിടയിലുള്ള ദിക്റുണ്ട്. ഓരോ ദിവസവും ഓരോ ദിക്റാണ്. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുകയാണ് റമദാനിൽ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ദിക്ർ. ആരെ പഠിപ്പിച്ചു? മൂപ്പരെന്നെ. തറാവീഹിന്റെ റക്അത്തുകൾക്കിടയിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ ആദ്യത്തെ പത്തിൽ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ രണ്ടാമത്തെ പത്തിൽ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ മൂന്നാമത്തെ പത്തിൽ. ആരെത് പഠിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായി സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കില്ല.
അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിൽ നന്മയായി ഇല്ലാത്തത് കൊണ്ടുവരുന്നത് അള്ളാന്റെ റസൂലിന്റെ പേരിലെ കളവാണത്. എത്ര ഗൗരവമാണത്! ഇതിനേക്കാൾ വലിയ ഗീർവാണം മുട്ടുന്ന കളവ് ഏതാണുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞേ. കാഹളം മുട്ടുന്ന വലുപ്പത്തിലുള്ള ഇതിനേക്കാൾ വലിയ കളവ് ഏതാണുള്ളത്? അള്ളാന്റെ റസൂല് പറയാത്തത്, ചെയ്യാത്തത്, കാണിക്കാത്തത്, സ്വഹാബത്തിന് അനുവാദം കൊടുക്കാത്തത് നമ്മളങ്ങ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും പേരിലുള്ള കളവ് എന്ന് മാത്രം, അള്ളാന്റെ പേരിലുള്ള കളവാണ്. കാരണം അതാ, അള്ളാന്റെ റസൂൽ അള്ളാഹു പറയാത്തതൊന്നും പറയില്ല. അള്ളാഹ് പറഞ്ഞതൊക്കെ, അള്ളാഹു വഹിയായി നൽകിയതെല്ലാം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പുതുതായി ഉണ്ടാക്കിയ അള്ളാന്റെ പേരിലേക്കുള്ള കളവ് പോലും ആവത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. നമുക്ക് ആയത്തിലേക്ക് വരാം. എന്നിട്ട് അള്ളാഹു പറയണം, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫസാദ് ഉണ്ടാക്കരുത്. അള്ളാഹു പൂർത്തീകരിച്ചെന്ന ദീനിൽ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, ഇല്ലാത്തത് കൂട്ടിച്ചേർക്കരുത്, അതിര് കവിയരുത്. നന്മകൾ പകരം നിങ്ങൾ ഭൂമിയിൽ തിന്മകൾ ചെയ്യരുത്. വദ്ഊഹു ഖൗഫൻ വതമഅൻ. അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടുന്ന മറ്റൊരു 2 മര്യാദകൾ കൂടി പഠിപ്പിക്കുകയാണ്. വദ്ഊഹു, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. ഖൗഫൻ, പേടിയോടെ. വതമഅൻ, പ്രതീക്ഷയോടെ. പേടിയും വേണം, പ്രതീക്ഷയും വേണം. എന്റെ ദുആ, എന്റെ തിന്മകൾ കൊണ്ട് അള്ളാഹു സ്വീകരിക്കാതെ പോയെങ്കിലോ എന്നുള്ള പേടി വേണം. അള്ളാഹു ഈ ദുആ തിരസ്കരിച്ചാലോ എന്നുള്ള ഭയം വേണം. ഒപ്പം ത്വമഅൻ, അള്ളാഹു ഇത് സ്വീകരിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയും വേണം. 3-4 രൂപത്തിൽ അള്ളാഹു എനിക്കിത് ഉത്തരം ചെയ്യും, എന്റെ ദുആ ഒരിക്കലും പാഴാകുകയില്ല എന്ന ഉറച്ച പ്രതീക്ഷയും വേണം. ഇങ്ങനെയാണ് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം സുഹൃതം ചെയ്യുന്ന മുഹ്സിനീങ്ങൾക്ക് സമീപസ്ഥമാണ്. വീണ്ടും അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ കാരുണ്യം അവർക്കടുത്താണ്, അകലെയല്ല. ശരി, ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരം അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വാചകങ്ങളായി അള്ളാഹു പറയുന്നത് പോലെ നബി നമുക്ക് ഓതി തന്ന ഹദീസുകൾക്കാണ് എന്ന് പറയാ ഇവിടെ ഇല്ലല്ലേ ഖുദ്സിയായ ഹദീസ്. അള്ളാഹു കേട്ടാൽ നമുക്ക് തോന്നും അള്ളാഹു നേർക്കുനേരെ നമ്മളോട് പറയുന്ന പോലെ. പക്ഷെ ആരാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് അൽ ഹദീസുൽ ഖുദ്സി എന്ന് പറയുക. അങ്ങനെയുള്ള പ്രസിദ്ധമായ ഒരു ഹദീസിൽ, സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ അടിമകളെ വിളിച്ചു പറഞ്ഞു, യാ ഇബാദി, എന്റെ അടിമകളെ. ഈ ഹദീസിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഹദീസിൽ ഓരോ വാചകങ്ങൾക്കിടയിൽ അള്ളാഹു അവനിലേക്ക് ചേർത്ത് നമ്മൾ ഓരോരുത്തരെയും വിളിക്കണം. യാ ഇബാദി, യാ ഇബാദി, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കണ്ടോ? ഉറങ്ങുന്നവരൊന്ന് ഇതും കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങാം ഇൻഷാ അല്ലാഹ്. യാ ഇബാദി, എന്റെ അടിമകളെ. ഇന്നകും ലൻ തബ്ലുഗു ദർരി ഫതദുറൂനി. നിങ്ങൾ എന്ത് ദ്രോഹം പ്രവർത്തിച്ചാലും, നിങ്ങൾ എന്ത് തോന്നിവാസം ചെയ്താലും എനിക്കൊരു ദ്രോഹവും അതുണ്ടാക്കുന്നില്ല. നമ്മൾ തോന്നിവാസികളായാൽ, നമ്മൾ തിന്മകൾ ചെയ്താൽ, നമ്മൾ ഹറാമ് പ്രവർത്തിച്ചാൽ അതിന്റെ ദോഷാർക്ക? നമുക്ക് തന്നെ. ഫയദുറു നഫ്സഹ, അവന് തന്നെയാണ് ദോഷം ഉണ്ടാക്കുന്നത്. അവന് തന്നെ അതിന്റെ ദുരന്ത ഫലം ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരും, നാളെ ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹ്ക്ക് വല്ല ദോഷമുണ്ടോ? അള്ളാഹ്ക്ക് വല്ലതും ബാധിക്കോ? ഇല്ല. വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി. നിങ്ങൾ എന്തെങ്കിലും ഉപകാരം ചെയ്താലോ, നന്മ പ്രവർത്തിച്ചാലോ എനിക്കതുകൊണ്ടൊരു നേട്ടവും ഇല്ല. അള്ളാഹു പറയാണ്. ചില ആളുകൾ അവർ ചെയ്ത നന്മക്ക് എടുത്തു പറയും, അവർ നന്നായ കഥകളൊക്കെ പറയും. പറഞ്ഞു കേട്ടാൽ തോന്നും അയാൾ നന്നായതും അയാൾ തിന്മകൾ ഒഴിവാക്കിയതൊക്കെ ദീനിനോട് അയാൾ കാണിച്ച ഔദാര്യാണ്, അള്ളാഹിനോട് കാണിച്ച ഔദാര്യാണ്. അങ്ങനെ വലിയ മേനിയും പൊങ്ങച്ചും പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു പറയാണ്, നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഓരോരുത്തരും മെനക്കെട്ടത്, പരിശ്രമിച്ചത്, അതിന്റെ ഫലം അവൻ തന്നെ കണ്ടെത്തും. ഒരാളും ചെയ്ത കുറ്റത്തിന്റെ പാപഭാരം മറ്റൊരാൾ വഹിക്കുകയില്ല. അള്ളാഹു സൂറത്തുൻ നജ്മിൽ പറയാണ്. അപ്പൊ അള്ളാഹ്ക്ക് അത് ആവശ്യമില്ല. നമ്മൾ തോന്നിയതുപോലെ ജീവിച്ചാൽ അള്ളാഹ്ക്ക് അതുകൊണ്ടൊരു ദോഷമില്ല. നമ്മൾ നന്നായാൽ അള്ളാഹുവിന് അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല. യാ ഇബാദി, വീണ്ടും വിളിക്കണം, എന്റെ അടിമകളെ. ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ജിന്നക്കും വ ഇൻസക്കും. എന്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തെ മനുഷ്യനും നിങ്ങളിൽ ജനിച്ച് ജീവിക്കാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യനും, അതായത് മനുഷ്യന്മാരിലെ ആദ്യത്തവനും അവസാനത്തിൽ നിന്ന മനുഷ്യന്മാർ മുഴുവൻ,
വഇൻസകും വജിന്നകും, നിങ്ങൾ മനുഷ്യർ മാത്രമല്ല സകല ജിന്നുകളും സകല മനുഷ്യന്മാരും, കാനു അല അത്ഖാ ഖൽബി റജുലി വാഹിദിൻ മിൻകും, നിങ്ങളിലെ ഏറ്റവും പരിശുദ്ധമായ ഹൃദയത്തിന്റെ, ഏറ്റവും സൂക്ഷ്മതയുള്ള ഹൃദയത്തിന്റെ ഉടമയായ ഒരു വ്യക്തിയെപ്പോലെ എല്ലാവരും ആയി. എങ്ങനെ പറഞ്ഞു മനസ്സിലായോ? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിനെ പേടിക്കുന്ന തഖ്വയുള്ള ഒരാളുടെ ഹൃദയം എങ്ങനെ ഉണ്ടാവും? പരിശുദ്ധമായ ഹൃദയം. അതുപോലെ സകല ജിന്നും ഇൻസുമായി എല്ലാവരും പത്തരമാറ്റ് ദീനികളായി, മുത്തഖികളായി. എല്ലാ ജിന്നും ഇൻസും. അല്ലാഹു പറയണം, അങ്ങനെ ആയാൽ പോലും എന്റെ അധികാരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇഞ്ച് കൂടുമോ? എന്തെങ്കിലും ഒരു നേട്ടം അള്ളാഹുവിന് അതുകൊണ്ട് ഉണ്ടാകുമോ? അള്ളാഹുവിന്റെ അധികാരം വർദ്ധിക്കുമോ? എല്ലാവരും നന്നായാൽ, എല്ലാ ജിന്നുൻസും എല്ലാവരും വലിയ മുത്തഖികളായ, അള്ളാഹു പറയുന്നത് മാ സാദ ഫീ മുൽക്കി ഷൈഅ, അതുകൊണ്ട് എന്റെ അധികാരത്തിനൊന്നും നേടാനില്ല. കാരണം അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ധരിക്കുന്ന പോലെ നമ്മൾ നന്നായി ജീവിച്ചാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് ചിലർ ധരിക്കുന്നത് പോലെ. അങ്ങനെയാണോ? അല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അതിൽ നിന്ന് എത്ര പരിശുദ്ധനാണ്. വീണ്ടും അള്ളാഹു പറയാ, ഇബാദി, എന്റെ അടിമകളെ, നിങ്ങളിലെ സകല ജിന്നും ഇൻസും കാനു അല അഫ്ജരി ഖൽബി റജുലി വാഹിദിൻ മിൻകും, നിങ്ങളിൽ ഏറ്റവും തോന്നിവാസിയായ മനുഷ്യന്റെ ഒരു ഹൃദയം പോലെ നിങ്ങളെല്ലാവരും ആയിപ്പോയി. നേരെ തിരിച്ച്, നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഉൾട്ടാ. നമ്മളെ ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയം പോലെ സകല ജിന്നും ഇൻസുമായി. മാ നഖസ ദാലിക ഫീ മുൽക്കി ഷൈഅ, എങ്കിൽ അള്ളാഹുവിന് വല്ല നഷ്ടമുണ്ടോ? അള്ളാഹുവിന്റെ അധികാരത്തിന് വല്ലതും കുറഞ്ഞു പോവോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിൽ ആദ്യത്തവനും അവസാനത്തവനും, നിങ്ങളെ ജിന്നും ഇൻസും സകല പടപ്പുകളും, ഖാമൂ ഫീ സുഈദിൻ വാഹിദിൻ, അവരെല്ലാവരും ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടി. ഒന്ന് സങ്കല്പിച്ചു, നിങ്ങൾ മഹ്ശറയിൽ സംഘടിക്കുന്ന പോലെ സകല ജിന്നുകളും ഇൻസും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. ഫസഅലൂനി ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, എല്ലാ ജിന്നും ഇൻസും ഓരോരുത്തരും ഒരേ സമയം ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവരോരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ ഒരേ സമയം അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു പറയാണ്, ഫസഅലൂനി, നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചു. ആരും ഒഴിവായിട്ടില്ല കേട്ടോ. എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും, ആണും പെണ്ണും കുട്ടിയും പ്രായമുള്ളവരും സ്ത്രീയും പുരുഷന്മാരും എല്ലാവരും പെട്ടു. ഒരേ സമയം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹു പറയാണ്, ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ഞാൻ ചോദിക്കുന്ന ഓരോരുത്തരുടെയും ചോദ്യത്തിന് ഉത്തരം നൽകും. ഞാൻ അവർക്ക് ചോദിച്ചത് നൽകും. അള്ളാഹു പറയാണ്, ഇങ്ങനെ നൽകാൻ കഴിവുള്ള റബ്ബിനോടെല്ലാം നമ്മൾ ചോദിക്കണ്ടേ? എല്ലാ ജിന്നും ഇൻസും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒരേ സമയം എത്ര ഭാഷകൾ ഉണ്ടാവും, എത്ര ആവശ്യങ്ങൾ ഉണ്ടാകും, എത്ര ജനങ്ങളുണ്ടാകും, എത്ര ഇൻസുണ്ട്, എത്ര ജിന്നുണ്ട്. എല്ലാവരും ഒരേ സമയം അള്ളാഹുവിനോട് ആവശ്യങ്ങൾ നിരത്തി അള്ളാഹു അതെല്ലാം നിറവേറ്റി കൊടുക്കുക. അള്ളാഹു പറയണം. എന്നിട്ട് എന്താ പറയുന്നറിയോ? മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹറു, അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്താൽ പോലും എന്റെ ഖജനാവിൽ നിന്ന് എന്തേ കുറയുള്ളൂ? ഒരു കടലിൽ പോയി സൂചി മുനമ്പെന്ന് മുക്കിയെടുത്താൽ, അല്ലെ, കടപ്പുറത്ത് പോയി നമ്മൾ തിരമാല ഇങ്ങനെ അടിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സൂചി എടുത്തുന്നതിലും മുക്കി പുറത്തെടുത്താൽ ഈ സൂചിയിൽ എന്തുണ്ടാവുക? 1-2 തുള്ളി വെള്ളം, അല്ലേ? ഇതുപോലെ എന്റെ ഖജനാവിൽ നിന്ന് കുറയുള്ളൂ സകല പടപ്പുകളും അവർ ചോദിക്കുന്നതൊക്കെ നിറവേറ്റി കൊടുത്താലും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത്രയും അള്ളാഹിന്റെ അടുത്ത് കുറയുന്നെങ്കിൽ കുറയാനുള്ളൂ. കുറയുന്നുണ്ടോ അള്ളാഹിന്റെ അടുത്തുനിന്ന്? ഇല്ല. യദുല്ലാഹി മൽആയ്, അവന്റെ കരങ്ങൾ നിറഞ്ഞ കരങ്ങളാണ്, വാരിക്കോരി നൽകുന്നവൻ. സഹാ അൽ-ലൈലി വൻ-നഹാർ, രാവും പകലും വിശാലമായി ഔദാര്യം ചെയ്യുന്നവനാണ് അവൻ. പകലിൽ അള്ളാഹുവിനോട് ആവശ്യം ചോദിക്കുന്നവർക്ക് അവൻ പകലിൽ ഒഴിഞ്ഞിരിക്കുന്നു, രാത്രിയിൽ ചോദിക്കുന്നവർക്ക് അവൻ രാത്രി നൽകുന്നു. ലാ തഖുദുഹു സിനത്തും വലാ നൗം ഇന്നല്ലാഹ ലാ യനാം വലാ യൻബഗി അൻ യനാം. അള്ളാഹുവിന് ഉറങ്ങുന്നവനല്ല, അവൻ ഉറങ്ങേണ്ട ആവശ്യമില്ല, അവനൊരു ക്ഷീണം പോലും ബാധിക്കുന്നില്ല. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, സൂറത്ത് റഹ്മാനിൽ നമ്മൾ ഓതുന്നില്ലേ? എല്ലാ ദിവസവും അവൻ പടപ്പുകളുടെ കാര്യനിർവഹണത്തിലാണ്. പക്ഷേ അവന് വല്ല പ്രയാസമുണ്ടോ? വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അവൻ ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ളതിനെയും സകല പടപ്പുകളെയും സംരക്ഷിക്കുക, അവരാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. വഹുവൽ അലിയുൽ അലീം, അവൻ മഹാനാണ്,
അവൻ പരമോന്നതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ദുആ ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത് നോക്കൂ. ഇന്നഹു മൻ ലം യസ്അലില്ലാഹ് യഗ്ദബ് അലൈഹി. അള്ളാഹുവിനോട് ചോദിക്കാത്തവരോട് അള്ളാഹു കോപിക്കും. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഈ ഹദീസ്. അള്ളാഹിനോട് ചോദിക്കാത്തവരോടാണ് അള്ളാഹു കോപിക്കുക. മനുഷ്യന്മാരോട് ചോദിച്ചാൽ അവർ നമ്മളോട് കോപിക്കും. അള്ളാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു വബുനി ആദം ഹീന യുസ്അലു യഗ്ദബു. അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മോട് കോപിക്കും. അള്ളാഹിന്റെ പടപ്പുകൾ ആദം സന്തതികളോട് ചോദിച്ചാൽ അവർ നമ്മോട് കോപിക്കും. ദുആഇനേക്കാൾ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്ന ശ്രേഷ്ഠമായ മറ്റൊരു ആരാധനയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതാണ് ദുആഇന്റെ പ്രാധാന്യം ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്. അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യുന്നതിന്റെ പോരിശയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ. പക്ഷേ എന്തൊക്കെ ഷർത്തുകളും നിബന്ധനകളും മാനദണ്ഡങ്ങളും നമ്മൾ പാലിക്കണം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്താലേ ആ ദുആക്ക് ഉത്തരം ലഭിക്കുള്ളൂ. 3-4 രൂപത്തിൽ ഉത്തരം ലഭിക്കും നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ദുആയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഷർത്തുകളും നിബന്ധനകളും മാനദണ്ഡങ്ങളും മര്യാദകളും എന്ന് നമ്മൾ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ ബാറക നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.